എല്ലാവർക്കും ദശാവതാര കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരശുരാമ അവതാരത്തിലേക്ക് കടക്കുകയാണ്. ഭഗവത് കഥാമൃതം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു പ്രാർത്ഥന. സർവജഗത്തിനും നാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ കഥാമൃതം കേൾക്കുന്ന ഭക്തന് അങ്ങയുടെ അനുഗ്രഹവും കൃപയും എപ്പോഴും ഉണ്ടാകണമേ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഭഗവാന്റെ കഥാമൃതം തുടർന്നും കേൾക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പരമാനന്ദ സ്വരൂപനായ ഭഗവാന്റെ ആനന്ദപൂർണമായ ഇന്നത്തെ കഥായാത്ര നമുക്ക് ആരംഭിക്കാം. ജമദഗ്നി മഹർഷി രേണുകയെ വിവാഹം കഴിച്ചു. അവർക്ക് വസുമനസ് തുടങ്ങിയ പുത്രന്മാരുണ്ടായി. മഹാവിഷ്ണുവിന്റെ അംശമായി രാമൻ എന്നൊരു പുത്രനും ജമദഗ്നിക്കുണ്ടായി. ഹേഹേ വംശത്തെയാകെ നശിപ്പിച്ച രാമൻ 21 തവണ ക്ഷത്രിയ വംശത്തെ ഇല്ലാതാക്കി ഭൂമിയുടെ ഭാരം തീർത്തു. ഹേഹേയ വംശജനായ കാർത്തവീര്യാർജുനൻ ഭഗവാന്റെ അംശമായ ദത്താത്രേയനെ സേവിച്ച് വരമായി 1000 കൈകളും അഷ്ടൈശ്വര്യങ്ങളും വീരശൗര്യാദികളും എല്ലാം നേടി. രാവണനെ കൂടി ബന്ധിച്ചെങ്കിലും കുറെ ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ വിട്ടയച്ചു. മഹാവീരനായ കാർത്തവീര്യാർജുനൻ വേട്ടയാടാനായി വനത്തിലെത്തിച്ചേർന്നു. വേട്ടയാടി തളർന്ന രാജാവ് സൈന്യസമേതം ജമദഗ്നിയുടെ ആശ്രമത്തിലെത്തി. കാമധേനുവിന്റെ സഹായത്താൽ മുനി രാജാവിനെയും സൈനികരെയും ഗംഭീരമായി സൽക്കരിച്ചു. സൽക്കാരമെല്ലാം കഴിഞ്ഞ് കാമധേനുവിനെ സ്വന്തമാക്കണമെന്ന് മോഹമുദിച്ചു. സൈനിക ബലം ഉപയോഗിച്ചവർ കാമധേനുവിനെയും കുട്ടിയെയും രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആശ്രമത്തിലെത്തിയ പരശുരാമൻ വാർത്തകൾ അറിഞ്ഞ് വളരെയധികം കുപിതനായി. ആയുധങ്ങളും എടുത്ത് അദ്ദേഹം രാജധാനിയിലെത്തി. കാർത്തവീര്യാർജുനൻ യുദ്ധത്തിനിറങ്ങി. 17 അക്ഷൗഹിണിപ്പട രാമന്റെ നേർക്ക് പടവെട്ടി. എന്നാൽ പരശുരാമൻ അവരെയെല്ലാം വധിച്ചിട്ട് കാമധേനുവിനെയും കൊണ്ട് മടങ്ങിപ്പോന്നു. രാജാവിനെ രാമൻ വധിച്ചുവെന്ന വിവരം കേട്ട ജമദഗ്നി മകനോട് പറഞ്ഞു, രാജാവ് സർവദേവതാമയനാണ്, എന്നാൽ മുനിമാർ ക്ഷമാശീലമുള്ളവരായിരിക്കണം. രാജവധത്തിനാൽ നീ മഹാപാപം ചെയ്തിരിക്കുന്നു. ഭഗവത് ധ്യാനവും തീർത്ഥസ്നാനവും കൊണ്ട് ഈ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. പിതാവിന്റെ നിർദ്ദേശാനുസരണം പരശുരാമൻ 1 വർഷക്കാലം തീർത്ഥയാത്ര നടത്തിയിട്ട് ആശ്രമത്തിൽ തിരിച്ചെത്തി. ഒരിക്കൽ രേണുക ജലം കൊണ്ടുവരാനായി നദിയിലേക്ക് പോയി. നദിയിൽ ചിത്രരഥൻ എന്ന ഗന്ധർവൻ കാമിനിമാരോടൊത്ത് ജലക്രീഡ നടത്തുന്നത് രേണുക താല്പര്യത്തോടെ നോക്കി നിന്നു. ഹോമസമയം കഴിഞ്ഞു വന്ന രേണുകയെ കണ്ട ജമദഗ്നി കാര്യം മനസ്സിലാക്കി. പതിതയായ ഇവളെ ഉടനെ തന്നെ വധിക്കണമെന്ന് മഹർഷി പുത്രന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു. എന്നാൽ മാതാവിന്റെ വധം നിന്ദ്യമെന്ന് കരുതി അവർ മടിച്ചു മാറി നിന്നു. ഒടുവിൽ തന്റെ ആജ്ഞയെ അവഗണിച്ച പുത്രന്മാരെയും രേണുകയെയും വധിക്കാൻ മഹർഷി രാമനോട് ആജ്ഞാപിച്ചു. പിതാവിന്റെ ദിവ്യശക്തിയെക്കുറിച്ച് ബോധവാനായിരുന്ന രാമൻ ഉടനെ തന്നെ ആജ്ഞ പാലിച്ചു. അത് കണ്ട് സന്തുഷ്ടനായ മുനി പുത്രന് വരം നൽകാൻ ഒരുങ്ങി. മാതാവും സഹോദരന്മാരും ജീവിക്കണമെന്നും അവരെ ഈ വിധം വധിച്ചത് അവർ മറക്കണമെന്നും രാമൻ വരമായി ആവശ്യപ്പെട്ടു. മുനി ആ വരം നൽകിയതോടെ അവരെല്ലാം ഉയർത്തെഴുന്നേറ്റു. കാർത്തവീര്യാർജുനന്റെ പുത്രന്മാർ പകരം വീട്ടാനെത്തി. പരശുരാമൻ സ്ഥലത്തില്ലാത്ത തക്കം നോക്കി അവർ ധ്യാനത്തിലിരുന്ന ജമദഗ്നിയെ വധിച്ചു. മാതാവിന്റെ ആർത്തനാദം കേട്ട് പരശുരാമൻ ആശ്രമത്തിൽ ഓടിയെത്തി. പിതാവിന്റെ ശരീരം സഹോദരന്മാരെ ഏൽപ്പിച്ചിട്ട് രാമൻ ശത്രു സംഹാരത്തിനായി മാഹിഷ്മതിയിലേക്ക് തിരിച്ചു. 21 തവണ ക്ഷത്രിയന്മാരെ കൂട്ടത്തോടെ നിഗ്രഹിച്ചു. ക്ഷത്രിയ രക്തം കൊണ്ട് തന്നെ കുരുക്ഷേത്രത്തിൽ 5 തടാകങ്ങൾ ഉണ്ടാക്കി. സമന്ത പഞ്ചകം എന്ന പേരിൽ പിന്നീട് പ്രശസ്തങ്ങളായ തീർത്ഥങ്ങളിൽ കുളിച്ച് രാമൻ പിതൃതർപ്പണം നടത്തി. തുടർന്ന് പിതാവിന്റെ ശിരസിനെ ഉടലുമായി ബന്ധിപ്പിച്ച് അഗ്നിസംസ്കാര ക്രിയകൾ നടത്തി. മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനായി യാഗങ്ങൾ അനുഷ്ഠിച്ചു. ബ്രാഹ്മണർക്ക് ദാനം നടത്തി. ഒടുവിൽ മഹേന്ദ്ര പർവ്വതത്തിൽ സിദ്ധന്മാരാൽ സേവിക്കപ്പെട്ടുകൊണ്ടും തപസ്സിൽ മുഴുകിക്കൊണ്ടും പരശുരാമൻ സ്ഥിതി ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.